അടിപൊളിയിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ എണ്ണയിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഇടുക ഇങ്ങനെ മൂത്ത് വരട്ടോ, ചൂടായിട്ട്. ഇവിടെ ഞാൻ മുട്ട അടുപ്പത്ത് വെച്ചിട്ട് എങ്ങനെയും ഒരു മുട്ട പൊട്ടും. ഒരു മുട്ട എങ്ങനെയും പൊട്ടിയിട്ടുണ്ടാവും. ഇത് തോടുകാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ വലിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയാണ് ഇട്ടത്. ഇതൊന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വലിയ ഉള്ളി ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റി വരണമെങ്കിൽ വാടി വരണമെങ്കിൽ ഒരു നുള്ളു ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിലേക്ക് നുള്ളുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണ്. എപ്പോഴും ഞാനിങ്ങനെ ഉള്ളി വഴറ്റി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കാറ്. ഇന്ന് വേറെ തരത്തിലൊന്നും ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരികയാണ്. എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ. നമ്മളെപ്പോഴും വെറൈറ്റി ആയി ചെയ്യുമ്പോഴല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. എന്നും ഒരേപോലെ ഉണ്ടാക്കി ഇഷ്ടപ്പെടില്ല. വാടി വന്നതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 2 വല്യുള്ളി, ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. വാടി വന്ന ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി കേട്ടോ, വളരെ കുറച്ച് മതി. എല്ലാം കൂടെ ഇട്ട് പറയരുത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത് മതി കേട്ടോ. ഇത് നന്നായി വഴറ്റി കൊടുക്കണം. നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയായാലും മതി. ഒന്ന് സിമ്മിലിട്ടിട്ട് അങ്ങനെ വഴറ്റിയാൽ മതി. അപ്പോൾ അത് പൊടികളൊക്കെ നന്നായി ചൂടായി മൂത്ത് വരും. അത് നന്നായിട്ട് മൂത്ത് വന്നാൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല വറുത്തൊരു മണം വന്നിട്ടുണ്ടാവും. അതാണ് അങ്ങനെ സിമ്മിലിട്ടിട്ട് മൂപ്പിക്കാമെന്ന് പറയാം. മറ്റേത് കരിഞ്ഞു പോകയുള്ളൂ. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് അടിപൊളിയിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. നന്നായി മൂത്ത് ചൂടായിട്ട് പൊടിയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾക്കതൊന്ന് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരയ്ക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം അതൊരു ജാറിലിട്ടിട്ട് അതിലേക്ക് ഒരു തുള്ളി വെള്ളം, അത് അരയാൻ വേണ്ടിയില്ല കേട്ടോ. പിന്നെ ഉണ്ടെങ്കിൽ ഇവിടെ വറുത്ത ഇതാണുള്ളത്, അണ്ടിപ്പരിപ്പുള്ളത്. വറക്കാത്തുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊരു 4-5 ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ വഴറ്റിയ ചട്ടിയിൽ തന്നെ തുള്ളി എണ്ണ ഒഴിച്ച്, ആ വഴറ്റിയ ഉള്ളി മസാലയൊക്കെ മാറ്റി വെച്ചിട്ട് എണ്ണ ഒഴിച്ചെടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, ഒരു നുള്ളു കുരുമുളക് പൊടി കേട്ടോ. അത്ര മതി. ഇതിലേക്ക് നമുക്ക് മുട്ടയിൽ ഈ മസാലയെല്ലാം നന്നായി ആ കുരുമുളകിൻ്റെ എരിവും ഒരു നുള്ളു ഉപ്പിടണേ. ആ മുട്ട മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ യോജിപ്പിക്കുക. ഒരു മുട്ട പൊട്ടി വന്നില്ല, അതാണത് കേട്ടോ. അപ്പം നമ്മുടെ ആ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിൽ പിടിച്ചോളും. എപ്പോൾ പുഴുങ്ങുമ്പോഴൊരു മുട്ട കേടരാൻ പറ്റില്ല. നമ്മൾ മുട്ടയ്ക്ക് മസാലയ്ക്ക് നന്നായി പിടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ മുട്ടയ്ക്ക് നന്നായി 4 ഭാഗം ചൂട് അങ്ങനെ ആക്കിയിട്ട് ചൂടാക്കിയിരിക്കുക. അങ്ങനെ മുട്ടിച്ചെടുത്ത് മസാല കൈ പിടിച്ചു. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ച് വെച്ചത് നന്നായിട്ട് മുട്ട യോജിപ്പിക്കുക. അങ്ങനെ നമുക്ക് വേണ്ട വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
നന്നായിട്ട് തിളച്ച് കുറുകി നമുക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അത്രയ്ക്കാവുമ്പോൾ അതങ്ങോട്ട് ഓഫ് ചെയ്യുക. അതിലേക്ക് മല്ലിച്ചപ്പ് ഉണ്ടങ്ങ് ഇട്ട് കൊടുക്കുക. എൻ്റെ മല്ലിച്ചപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അത് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയായി, സൂപ്പർ കറിയായി കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാക്കി നല്ല പാകത്തിൻ്റെ ഗ്രേവിയാക്കി മാറ്റുക. സൂപ്പറല്ലേ കറി? ഇളക്കിയിട്ട് മുട്ട ഒന്നുകൂടെ പൊട്ടിയണം കേട്ടോ. അതിപ്പോൾ പുഴുങ്ങിയതല്ല, പൊളിഞ്ഞ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മുടെ കറി അടിപൊളിയെ തിളച്ച് പാകമായി അടിപൊളിയാണ്. നമുക്കത് ഓഫാക്കി വെക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പം മല്ലിച്ചപ്പൊക്കെ ഇടേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഭംഗിക്ക് കറിവേപ്പില വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം അവനാൻ്റെ ടേസ്റ്റ്. പക്ഷേ അടിപൊളി കറിയാണ്. ഇങ്ങനെ വെച്ച് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.